ഇതില് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് കേസ് CBIക്ക് വിട്ടതായിട്ടുള്ള ഗസറ്റഡ് വിജ്ഞാപനമാണ് നമുക്ക് കോപ്പിയായിട്ട് തന്നിട്ടുള്ളത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇത് CBIയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഗസറ്റ് വിജ്ഞാപനം. രണ്ട് പിന്നെ ബഹുമാനപ്പെട്ട DGP പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ഇത് പറഞ്ഞിരിക്കുന്നത് നാളിതുവരെയായിട്ടും പിന്നെ ആത്മഹത്യ ചെയ്തതിനോ അല്ലെങ്കിൽ അബദ്ധത്തിൽ വിഷം അകത്ത് ചെയ്യുന്നതിനോ കൊലപ്പെടുത്തിയതിനോ യാതൊരു തരത്തിലുള്ള റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ രാസപരിശോധന ഫലങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു തീരുമാനം ഇനിയും അവർ അതിൻ്റെ ലാബോറട്ടറി പരിശോധകരുടെ ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രമേ അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇതുവരെയും അവർക്ക് അന്വേഷണത്തിൽ നിന്നൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് DGP അവിടെ നിന്നുള്ള പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇത്തരം രണ്ട് ഉത്തരവാണ് നമുക്കിന്ന് പിന്നെ ഇവിടെ കമ്മീഷൻ മുമ്പാകെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കോപ്പികളാണ്. ഈ കോപ്പി വിശദമായി പഠിച്ചതിന് ശേഷം വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനെ നമുക്ക് ഈ ഉത്തരവിൽ എന്താണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും കമ്മീഷനെ സമീപിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ കോപ്പി വളരെയധികം പേജുകളുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഉത്തരം നമുക്ക് സാധിക്കുന്നില്ല. ഇതിൻ്റെ അവസാനത്തെ കൺക്ലൂഷനിലാണ് ഈ പറഞ്ഞ കാര്യം. അതാണ് നിങ്ങളുടെ ഈ CBI അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട തീർച്ചയായിട്ടും ഇത് ഡൽഹിയിലേക്ക് അയച്ചിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ നിന്നുള്ള യാതൊരു അറിയിപ്പുകളും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിനോടൊപ്പം കക്ഷി ചേരാൻ നിലവിൽ നിരവധി സംഘടനകളാണ് എത്തിച്ചേർന്നിട്ടുള്ള അതിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് സർക്കാർ നോട്ടിഫിക്കേഷൻ്റെ ഗസറ്റ് കോപ്പി ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ശ്രീ രാമകൃഷ്ണൻ മാഷ്ക്ക് നൽകിയിട്ടുണ്ട്. അത് പ്രകാരം തന്നെ ജൂൺ 10-ാം തീയതി സർക്കാർ ഈ ഫയല് അന്വേഷണത്തിന് വേണ്ടി CBIക്ക് കൈമാറാൻ ഹോം സെക്രട്ടറിക്ക് നൽകിയതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ ഫയല് CBIക്ക് കൈമാറുന്നതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും നടന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ചാലക്കുടി ആസ്ഥാനമാക്കി ഈ വിഷയത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതിൻ്റെ ഒരു വൻപിച്ച പ്രതിഷേധ സമരം ഓഗസ്റ്റ് 21-ാം തീയതി ചാലക്കുടിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കേസിൽ ആക്ഷൻ കൗൺസിൽ കക്ഷി ചേരാൻ തീരുമാനിക്കുകയും വലിയൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.